ഓർമ്മയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം വചനവിചിന്തനത്തിനായിട്ട് എത്തിയിരിക്കുന്ന വൈദികരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഫാദർ അഖിൽ പത്തിൽ, ഫാദർ ജോസ് തയ്യിൽ, ഫാദർ ജിസ്മോൻ മാടശ്ശേരി, ഫാദർ ജോസഫ് ഓണാട്ട്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള മനോഹരമായിട്ടുള്ള വിചിന്തനങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു. ക്രൈസ്തവ ജീവിതത്തെ മുൻപോട്ട് നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്, നമുക്കത് നിസ്സംശയം പറയാം. അതുകൊണ്ടാണ് റോമാക്കാർക്കുള്ള ലേഖനത്തിൽ പൗലോസ്ലീഹ വ്യക്തമായിട്ട് പറയുന്നു, ആത്മാവിലുള്ള ജീവിതം, ആത്മാവിലുള്ള ജീവിതം, ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതം. നമുക്കറിയാം, ഈശോ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ശിഷ്യന്മാര് ഈശോ വേർപെട്ടു പോകുമ്പോൾ വിഷമിച്ചിരിക്കുന്ന സമയങ്ങളിലാണ് ഈശോ പറയുന്നത്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങൾക്കൊരു സഹായകനെ നൽകും. ഈശോ വളരെ വ്യക്തമായിട്ടത് പറയുന്നുണ്ട്. ഈശോയുടെ മരണശേഷവും ഉത്തിതനായി ഈശോ അവർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ ഈശോ അവരെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം. 40 ദിവസം അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ കാണുന്ന ഒരു സംഗതി, 40 ദിവസത്തോളം ഈശോ വചനമായിട്ട് അവരുടെ കൂടെ ഉണ്ടായിരുന്നു, വചനങ്ങൾ പഠിപ്പിച്ച് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് മാത്രം പോരാ, വചനം നിങ്ങൾക്ക് ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ നിങ്ങൾ അറിഞ്ഞാൽ മാത്രം പോരാ, നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം. അവരങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. 10 ദിവസം പരിശുദ്ധ അമ്മയോടും മറ്റു സ്ത്രീകളോടുമൊപ്പം, എനിക്ക് തോന്നുന്നു, അല്ലെന്നുണ്ടെങ്കിൽ വചനത്തിൽ നമ്മൾ കാണുന്നു, അനേകം ശിഷ്യരോടൊപ്പം അവർ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്നു. അവർ ദേവാലയത്തിൽ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കാത്തിരുന്നു. അവരുടെ മേലെ പെന്തക്കോസ്താ ദിവസം പരിശുദ്ധാത്മാവ് നിറയുകയാണ്. പിന്നെ അവർ മാറുകയാണ്. അതുവരെ ഭയന്നിരുന്ന അവർക്ക് ബലമായി മാറുകയാണ് പരിശുദ്ധാത്മാവ്. പിന്നെ അവരുടെ ജീവിതം മുൻപോട്ട് പോകുമ്പോൾ പത്രോസും യോഹന്നാനും സ്തേഫാനോസും ഫിലിപ്പോസും എല്ലാവരും, അതിനുശേഷം പൗലോസ്ലീഹ, ബർണബാസ്, സീലാസ്, ഇവരെല്ലാം തന്നെ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് യേശുവിനെ പ്രഘോഷിക്കുകയാണ്, ധൈര്യപൂർവ്വം പ്രഘോഷിക്കുകയാണ്. ചങ്ങലകളുടെ നടുവിലും കാരാഗ്രഹങ്ങളുടെ നടുവിലും അവർ യേശുവിനെ പ്രഘോഷിക്കുകയാണ്. അതുകൊണ്ടാണ് കൊറിന്ത്യർക്കുള്ള ലേഖനം 1-ാം ലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്നു, യേശു കർത്താവാണെന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേന അല്ലാതെ ആർക്കും സാധിക്കത്തില്ല. അതവരുടെ ബോധ്യമാണ്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞാൽ അവർ പ്രഘോഷിക്കുന്നത് അതാണ്. പേടിച്ചേരുന്ന ശിഷ്യന്മാര് പരിശുദ്ധാത്മാവ് വന്നതിനു ശേഷം മുടന്തനായ ഒരുവനെ സുഖപ്പെടുത്തി, യേശുനാമത്തിൽ സുഖപ്പെടുത്തി. അവരെന്നിട്ട് പ്രഘോഷിച്ചത്, യേശുവിൻ്റെ നാമത്തിലാണ് ഞങ്ങൾ ഇത് ചെയ്തത്, യേശു കർത്താവാണ്. എന്നിട്ട് അവര് നിസ്സംശയം പറയുകയാണ്, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. സ്തേഫാനോസും പറയുന്നത് ഇതാണ്, ഞാൻ സ്വർഗത്തിൽ കാണുന്നത് ദൈവപുത്രനെയാണ്, യേശുവിനെയാണ് ഞാൻ കാണുന്നത്. ഫിലിപ്പോസും ചെയ്ത പ്രവൃത്തി അത് തന്നെയാണ്, യേശുവിനെ പ്രഘോഷിച്ചു, യേശുവിനെ കർത്താവായിട്ട് പ്രഘോഷിച്ചു, യേശു തന്നെ ക്രിസ്തു എന്ന് പൗലോസ് പ്രഖ്യാപിച്ചു. അപ്പൊ ഇവരുടെ എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഇവര് ചെയ്തിരുന്ന ഒരു പ്രവൃത്തി, യേശുവിനെ കർത്താവായി പ്രഘോഷിച്ചു. രണ്ടാമത്, ഈ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഈ ത്രിത്വൈക രഹസ്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു പാഠം, ദൈവത്തെ അപ്പാ എന്ന് വിളിക്കാൻ ഇവരെ പഠിപ്പിച്ചു. ദൈവത്തെ അപ്പാ എന്ന് വിളിക്കുവാൻ വേണ്ടി. അതാണ് പറയുന്നത്, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. നിങ്ങളെ ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവല്ല, മറിച്ച് അപ്പാ എന്ന്, ആബാപിതാവേ എന്ന് വിളിക്കുന്ന പുത്രന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. അപ്പം പരിശുദ്ധാത്മാവാണ് ഇന്നേ കാലഘട്ടത്തിൽ പിതാവിനെയും പുത്രനെയും നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. നമുക്കിന്ന് ആ പരിശുദ്ധാത്മാവിന്റെ വിവിധ ദൗത്യങ്ങളെക്കുറിച്ച് നമുക്കിന്ന് വിചിന്തനം ചെയ്യാം. അച്ഛൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞപ്പോഴാണ് സ്ലീഹന്മാര് യേശു രക്ഷകനാണെന്ന് പ്രഖ്യാപിക്കാൻ തുടങ്ങിയത്, പ്രഘോഷിക്കാൻ തുടങ്ങിയത്. ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ അവർക്ക് സാധിച്ചതല്ല. പെന്തക്കുസ്ത ദിവസമാണ് ഇത് സംഭവിക്കുന്നത്. ഇപ്പൊ പെന്തക്കുസ്ത എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സഭ ഔദ്യോഗികമായി ആരംഭിക്കപ്പെട്ട ദിവസമാണ് പെന്തക്കുസ്ത. സഭയുടെ ജനനം പെന്തക്കുസ്ത എന്ന് പറയാം. സഭ യഥാർത്ഥത്തിൽ ആരംഭിച്ചത് എന്നാന്ന് ചോദിച്ചാൽ അന്നല്ല. ഈശോയുടെ കുരിശിൽ കിടക്കുമ്പോൾ മാറ് പിളർന്നപ്പോഴാണ് സഭ സ്ഥാപിതമായെന്ന് പറയുന്നു. പക്ഷെ ഔദ്യോഗികമായി സഭ സ്ഥാപിക്കപ്പെട്ടത് പെന്തക്കോസ്ത ദിവസമാണ്.
അപ്പം ഈ പെന്തക്കോസ്ത ദിവസം സഭ സ്ഥാപിതമായി, അവരിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു. അപ്പം സഭ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടത് എവിടെയാണ്? സഭയിലാണ്. സഭയുടെ ഉയർച്ചയ്ക്കാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. സ്ലീഹന്മാര് പ്രഘോഷിച്ചു രക്ഷകനായ ക്രിസ്തുവിനെ കുറിച്ച്, പിതാവായ ദൈവത്തെക്കുറിച്ച് എല്ലാം പ്രഘോഷിക്കുമ്പം ഒരു ലക്ഷ്യം എന്താ? സഭ വളർത്തുക, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പം ഈ ഒരു സഭയുടെ വളർച്ച, അപ്പൊ സഭയിലാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. വ്യക്തികളിലൂടെ പ്രവർത്തിക്കുന്നെങ്കിലും അത് വ്യക്തികളുടെ ഉന്നതിക്ക് വേണ്ടിയല്ല. ഇപ്പം പത്രോസ് ശ്ലീഹ പ്രഘോഷിച്ചു, അത് പത്രോസ് വലിയവനാകാൻ വേണ്ടിയല്ല, സഭയ്ക്ക് വേണ്ടി, അപ്പൊ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. അപ്പൊ സഭയിൽ നിന്നുകൊണ്ട് പ്രഘോഷിക്കുമ്പോഴാണ് പരിശുദ്ധാരൂപി പ്രവർത്തിക്കുന്നു എന്ന് കൃത്യമായിട്ട് പറയാൻ നമുക്ക് പറ്റുള്ളൂ. കാര്യം സഭയ്ക്കാണ് പരിശുദ്ധാത്മാവിനെ നൽകപ്പെട്ടിരിക്കുന്നത്, അല്ലാതെ ആ വ്യക്തികൾക്കല്ല. അതിന് ഒരു ഉദാഹരണമാണ്, നമുക്കറിയാം, ഈശോ ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുത്തേക്ക് പ്രത്യക്ഷപ്പെട്ടു വന്നു. കഥകടച്ച് പേടിച്ചിരുന്ന ശിഷ്യന്മാരിലേക്ക് ഈശോ വന്ന് 3 പ്രാവശ്യം സമാധാനം എന്ന് പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം. അവസാനം അവൻ പിരിയുന്നതിന് മുമ്പ് എന്താണ് ചെയ്തത്? അവരിൽ നിശ്വസിച്ചു, അതായത് പരിശുദ്ധാത്മാവിനെ അവർക്ക് കൊടുത്തു. പക്ഷെ ആ സമയത്ത് അവിടെ തോമാസ് ലീഹ ഇല്ല. അപ്പോൾ തോമാസ് ലീഹ ഇല്ല, ബാക്കി 10 ശിഷ്യന്മാരെ അവിടെ ഉള്ളൂ. അപ്പൊ 10 ശിഷ്യന്മാരും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. പക്ഷെ ഇവര് പ്രഘോഷിക്കാൻ ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും പരിശുദ്ധാത്മാവുണ്ട്, തോമാസ് ലീഹയ്ക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയില്ല എന്ന് പറയാൻ പറ്റത്തില്ല. അതാണ് പറയുന്നത്, സഭയ്ക്കാണ് പരിശുദ്ധാത്മാവിനെ കിട്ടിയിരിക്കുന്നത്. ഇപ്പം ഞാൻ പ്രഘോഷിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ സഭയോട് ചേർന്ന് നിന്ന് പ്രഘോഷിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് എന്നിൽ പ്രവർത്തിക്കുന്നത്. അപ്പൊ നമ്മള് സഭയിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ അറിയണം. തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഈശോ പറയുന്നത്, എന്നോടുകൂടെ ശേഖരിക്കാത്തവർ ചിതറിച്ചു കളയുന്നു. നമുക്കറിയാം, സഭയിൽ നിന്ന് വിഭിന്നമായിട്ട് നിൽക്കുന്ന ഒത്തിരി ഘടകങ്ങളുണ്ട്, ഡിനോമിനേഷൻസ് ഉണ്ട്, വിശ്വാസികളുണ്ട്. അവർ യേശുവിൽ വിശ്വസിക്കുന്നുണ്ട്, ത്രിത്വൈക ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളിൽ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് യഥാർത്ഥത്തിൽ നൽകപ്പെട്ടത് സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, കത്തോലിക്ക സഭ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അത് 2000 വർഷങ്ങൾക്ക് മുൻപ് പെന്തക്കോസ്താ ദിവസം, അല്ലെന്നുണ്ടെങ്കിൽ ഈശോയുടെ മരണസമയത്ത് തന്നെ മാറി പിളർന്നപ്പോൾ നമുക്കറിയാം, തിരുജലവും തിരുരക്തവും വന്നു. അത് വിശുദ്ധ കുർബാനയെ, പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്ന സഭാപിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. ആ സമയങ്ങളിൽ മുതൽ സഭ സ്ഥാപിതമായതാണ്. അതിനു മുമ്പ് ഈശോ സഭയെക്കുറിച്ച് പത്രോസിനോട് പറയുന്നുണ്ട്. അവൻ പറയുന്നുണ്ട്, നീ എന്നെ ക്രിസ്തു എന്ന് പറഞ്ഞത് നീയല്ല, നിന്നിലുള്ള ആത്മാവാണ്. അപ്പൊ ഈ ആത്മാവ് അവനിൽ പ്രവർത്തിക്കുന്ന ആ സമയത്ത് തന്നെയാണ് ഈശോ അവനെ സഭയുടെ തലവനായിട്ട് നിയോഗിക്കുന്നത്. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. പത്രോസിന് ഈശോ നൽകുന്ന ഉറപ്പാണ്, ആത്മാവിനാൽ നയിക്കപ്പെടുന്ന പത്രോസെ, നീയാകുന്ന പാറമേൽ സ്ഥാപിതമാകുന്ന സഭയുടെ മേൽ നരക കവാടങ്ങൾ പ്രവർത്തിക്കുകയില്ല. എന്നാൽ ഈ ഒരു കാര്യത്തിൽ നമുക്കറിയാം, ഇന്ന് ഒത്തിരി ഡിനോമിനേഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ചിതറിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. എന്നാൽ കത്തോലിക്ക സഭ അന്നത്തെ അതേ പ്രബോധനങ്ങളിലും അതേ വിശ്വാസ സത്യങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. അതിന്റെ കാരണം ഈ സഭയിൽ പരിശുദ്ധാത്മാവ് ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ അകത്ത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല എന്ന് കർത്താവ് പത്രോസിനോട് പറയുന്നുണ്ടല്ലോ. അപ്പം പുറത്തുനിന്നുള്ള ഒരു അറ്റാക്ക് സഭയെ ഒരിക്കലും തകർത്തിട്ടില്ല. പക്ഷേ സഭ, അച്ഛൻ പറഞ്ഞ പോലെ, ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യമ ക്രൈസ്തവ സമൂഹം മുഴുവൻ ഇന്ന് 2025 വർഷത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് സഭകളായി. സഭ എന്ന് പറയുന്ന ഒരുപാട് സഭകളായി. അതിൻ്റെ കാരണം ഇത് തന്നെയായിരിക്കാം. ഈ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന യഥാർത്ഥമായ ബോധ്യത്തെ വിഭിന്നമായിട്ട് ആൾക്കാർ കാണാനായിട്ട് ശ്രമിച്ചു. എന്ന് പറഞ്ഞാൽ എൻ്റെ ആശയമാണ് യഥാർത്ഥ സത്യമായ ആശയമെന്ന് ആൾക്കാർ കണ്ടു. അത് ദൈവം നൽകിയ ആശയം ആയിരിക്കണമെന്നില്ല. അപ്പം ദൈവം നൽകിയ ആശയം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിലുള്ള വിശ്വാസം, അതുകൂടാതെ സഭയിലുള്ള വിശ്വാസം, വിശുദ്ധരിലുള്ള വിശ്വാസം, സഭ നമ്മെ പഠിപ്പിക്കുന്ന വിശ്വാസം, അതായത് മാർപ്പാപ്പയിലൂടെ സഭ നമ്മെ പഠിപ്പിക്കുന്ന വിശ്വാസമല്ല, മറിച്ച് ഞാൻ പറയുന്നതാണ് യഥാർത്ഥമായ വിശ്വാസം എന്ന് സെൽഫിഷായിട്ട് നമ്മൾ ചിന്തിച്ചു തുടങ്ങിയപ്പോൾ വേറെ സഭകളുണ്ടായി. അതായത് ഐക്യത്തിൻ്റെ കുറവ് അവിടെ സംഭവിച്ചു. പരിശുദ്ധാത്മാവുള്ള നമ്മളെ ഐക്യത്തിൽ ഒന്നിപ്പിച്ച് ചേർക്കുന്നത്. അച്ഛൻ പറഞ്ഞു വിവിധ സഭകളും. അവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, സഭ എന്ന് കത്തോലിക്ക സഭ പറയുമ്പം അപ്പസ്തോലന്മാരാൽ സ്ഥാപിതമായ അപ്പസ്തോലിക പാരമ്പര്യമുള്ള സഭ എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. അത് അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നമുക്ക് കാണാം. അവരെല്ലാവരും മാമോദീസ സ്വീകരിച്ചു, പക്ഷേ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞില്ല. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞത് എപ്പോഴാ? ഈ സ്ലീഹന്മാര് കൈവച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ്. പത്രോസ്, യോഹന്നാൻ അവരെല്ലാം കൈവച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് പരിശുദ്ധാത്മാവ്. അതേ പാരമ്പര്യം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അപ്പസ്തോല പാരമ്പര്യത്തിൽ സ്ഥാപിതമായ സഭയിലാണ് പരിശുദ്ധാത്മാവ് കൈമാറ്റപ്പെടുന്നത്.
പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. അപ്പൊ നമുക്ക് എപ്പോഴും ഒരു ഇതുണ്ടാവണം, കത്തോലിക്ക സഭ എന്നത് അപ്പസ്തോലിക പാരമ്പര്യത്തിൽ സ്ഥാപിതമായതും സഭയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഉണ്ട് എന്ന് പറയുമ്പോൾ ഈ സഭയോട് എങ്ങനെയാണ് ചേർന്ന് നിൽക്കേണ്ടത്? സഭയുടെ കൂദാശകൾ, സഭയുടെ പ്രാർത്ഥനകൾക്ക് നമ്മൾ അതിൻ്റെതായ പ്രാധാന്യം, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയ വിശുദ്ധ കുർബാന, മറ്റ് സഭയുടെ കൂദാശകൾ നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് സഭയോട് ചേർന്ന് നിൽക്കുന്നത്. ഇന്ന് പല ഡിനോമിനേഷൻസും ഉള്ളവരെന്താ, സഭയുടെ കൂദാശകൾ അംഗീകരിക്കുന്നില്ല, വിശുദ്ധ കുർബാന, എന്നിട്ട് അവര് പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞ് അവര് പ്രഘോഷിക്കുന്നു, പക്ഷെ സഭയോട് ചേർന്നല്ല. അച്ഛന പറഞ്ഞ ഒരു കാര്യമാണ് സഭയുടെ ദൗത്യം, പരിശുദ്ധാത്മാവിന്റെ ദൗത്യം എന്തൊക്കെയാണെന്ന് അച്ഛന് ഒന്ന് പറയാൻ പറ്റുമോ? പരിശുദ്ധാത്മാവിന്റെ ദൗത്യം എന്ന് പറയുമ്പോൾ നമ്മൾ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ കാണുന്ന ദൗത്യം തന്നെയുണ്ട്. പരിശുദ്ധാത്മാവാണല്ലോ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ, ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മളെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും നമ്മളെ ബോധ്യപ്പെടുന്ന പരിശുദ്ധാത്മാവാണ്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിലൊക്കെ പറയുന്നുണ്ട്, സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. നമ്മളെ യഥാർത്ഥ സത്യമായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അതോടൊപ്പം തന്നെ അവൻ ന്യായവിധിയെക്കുറിച്ചും പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും നമ്മെ പഠിപ്പിക്കും. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് തെറ്റാണ്, നീ ചെയ്തത് തെറ്റാണ്. നമുക്ക് പണ്ടൊക്കെ നമ്മൾ ഒരു വിശ്വാസി അല്ലെങ്കിൽ കൂടിയും ഒരു പ്രിക്ക് ഓഫ് കോൺഷ്യൻസ് എന്ന് പറയുന്ന ഒരു മനസാക്ഷി കുത്ത് എന്ന് പറയുന്ന സംഭവം ഏതൊരു മനുഷ്യനും ഉണ്ടാവും. അല്ലേ, ഞാനിത് ചെയ്ത് തെറ്റിപ്പോയി. പക്ഷേ നമ്മൾ അതിനെ വേണ്ടാന്ന് വെച്ചാലോ, അല്ലെങ്കിൽ ചെയ്തിട്ട് ആ ഒരു ശബ്ദത്തെ നമ്മൾ പരിഗണിക്കാതിരുന്നാൽ പിന്നെ ശബ്ദം ഉണ്ടാവുന്നില്ല എന്ന് പറയുന്നുണ്ടല്ലോ. അതാണല്ലോ കൊലയാളികളൊക്കെ ആദ്യം നമ്മൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒരാളെ കൊല്ലാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? അത് തെറ്റാണെന്നുള്ള ഒരു ആഴമായ ബോധ്യം ഇത് നമുക്ക് നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. അതാണ് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയ നന്മ. സഭയിൽ നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇങ്ങനെ തിരുത്തലുള്ളൂ. ഇപ്പം നമുക്കറിയാം ഒത്തിരി ഡിനോമിനേഷൻസ് ഒക്കെ ഉണ്ടാകുന്നതിൻ്റെ കാര്യം, എവിടെയെങ്കിലും ഒരുമിച്ച് നിൽക്കുമ്പോൾ ഒരു കാര്യം സഭയുടെ അധികാരികൾ പറയാണ് ഇത് തെറ്റാണ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് സ്വീകരിക്കാൻ പറ്റാത്ത ഒരു തിന്മയുടെ അരുവി അവർ നിലനിൽക്കുമ്പോൾ അവർ പതുക്കെ വിഭിന്നമായിട്ട് പോയിട്ട് തൻ്റെതായിട്ടുള്ള ചില നിലപാടുകളിലേക്കും തൻ്റെതായിട്ടുള്ള ചില സഭകളിലേക്കും ഒക്കെ പോകും. നമുക്കറിയാം കേരളത്തിൽ സ്ഥാപിതമായ ഒത്തിരി ഡിനോമിനേഷൻസ് ഉണ്ട്. അവരൊക്കെ തന്നെ കത്തോലിക്ക സഭയിൽ പ്രവർത്തിച്ചിരുന്നവരാണ്. എന്നാൽ എന്തെങ്കിലും കാര്യങ്ങളിൽ അവരുടെ പ്രബോധനങ്ങളിൽ തെറ്റു വന്നു കഴിയുമ്പോൾ സഭയുടെ പിതാക്കന്മാരിൽ നമ്മുടെ അധികാരികൾ അവരോട് പറയും ഇത് തെറ്റാണ്, നിങ്ങളിത് പഠിപ്പിക്കാൻ പാടില്ല, ഇത് സഭയുടെ പ്രബോധനമല്ല, യേശുവിൻ്റെ പ്രബോധനമല്ല, സുവിശേഷവുമായിട്ട് യോജിക്കുന്നതല്ല, അല്ല സഭയുടെ പാരമ്പര്യത്തിന് യോജിച്ചതല്ല എന്ന് പറഞ്ഞ് അവരെ തിരുത്തുമ്പോൾ ഇത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം തിരുത്തുന്ന പ്രവർത്തനമാണ്. നമുക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഈശോ തന്നെ പറയുന്നുണ്ട്, പത്രോസെ നിന്നിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ അരൂപിയാണ് എന്ന് പറഞ്ഞിട്ട് ഈശോയുടെ പീഡാസഹനങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവൻ വേണ്ടാന്ന് പറയുമ്പോൾ നിന്നിൽ ഇപ്പം പ്രവർത്തിക്കുന്നത് സാത്താന്റെ അരൂപിയാണ്. അത് തെറ്റ്. ഈശോ അവനെ ശാസിച്ചു, അവനെ തിരുത്തി. ഈ തിരുത്തലുകളും കൂടെ സ്വീകരിക്കാൻ നമ്മളെ പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിക്കും സഭയ്ക്കുള്ളിൽ നിൽക്കുമ്പോൾ. എന്നാൽ അതൊരു കമ്മ്യൂണിറ്റി ഫോർമേഷൻ ആണല്ലോ. തീർച്ചയായിട്ടും. കാര്യം പരിശുദ്ധാത്മാവ് ഐക്യത്തിന്റെ അരൂപിയാണ്, അത് ഭിന്നതയുടെ അരൂപിയല്ല. ഭിന്നിപ്പിക്കുന്നതല്ല പരിശുദ്ധാത്മ, ഭിന്നിപ്പിക്കുന്നവൻ പിശാചാണ്. നമുക്കറിയാം സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ ഒന്നിപ്പിക്കട്ടെ എന്നാണ് പൗലോസ് പഠിപ്പിക്കുന്നത്. എന്നാൽ പിശാച് ഭിന്നിപ്പിക്കുന്ന അരൂപിയാണ്. അപ്പം സഭയിൽ ഭിന്നിപ്പുകൾ ഉണ്ടാവാം, പക്ഷെ അത് പിന്തിരിഞ്ഞ് മറ്റ് സഭയിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അത് പൈശാചികമായിട്ട് മാറും. മറിച്ച് സഭയിൽ അല്പം ഭിന്നിപ്പുകൾ ഉണ്ടെങ്കിലും, അതാണ് നമ്മുടെ ഈ സൂനകദോസുകളെല്ലാം ഉണ്ടായത്. യഥാർത്ഥത്തിൽ സഭയിലുണ്ടായ ആശയ ഭിന്നിപ്പുകൾ വന്നു കഴിഞ്ഞപ്പോൾ ഒരുമിച്ച് കൂടി പരിശുദ്ധാത്മാവെ വന്നാലും എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥനയോടുകൂടെ പരിശുദ്ധാത്മാവിനായിട്ട് വാതിലുകൾ തുറന്നിട്ടാണ് നമ്മുടെ സഭ ഒരു തീരുമാനങ്ങളെടുത്ത് ഇന്നും നിലനിൽക്കുന്നത്. ആദ്യത്തെ സൂനഹദോസ് ജെറൂസലം കൗൺസിലിലും അവർക്കൊരു സംശയമുണ്ടായി. അതായത് വിജാതിയർക്ക് അർപ്പിച്ച ഭക്ഷണത്തെ കുറിച്ചുള്ള ചിന്തകളും ഇതിന് ഏറ്റവും കൂടുതൽ തർക്ക വിഷയമായിരുന്നു ഇതാണ് പരിച്ഛേദനത്തെ കുറിച്ചൊക്കെ. അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അവർക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റി. തീർച്ചയായിട്ടും. ആ സമയത്ത് നമുക്കറിയാം സഭയുടെ തലവനായിട്ടുള്ള പത്രോസ് എടുത്തിരുന്ന ഒരു നിലപാടല്ലായിരുന്നു യഥാർത്ഥത്തിൽ സ്വീകാര്യമായത്, തീരുമാനമായിരുന്നു. പൗലോസും ബർണബാസും അവരൊക്കെ ഉയർത്തിപ്പിടിച്ചിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ലഭിച്ച ഒരു ദൈവിക വെളിപാടനുസരിച്ച് അവരത് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് പത്രോസിനും യോഹന്നാനും യാക്കോബിനും അങ്ങനെ സ്ലീഹരിലെ പ്രമുഖർക്ക് മനസ്സിലായി. അതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. വിവിധ ആശയങ്ങളോ അല്ലെ ചിലപ്പോൾ ചിന്തകളിലോ ഒക്കെ വ്യത്യസ്തതകൾ ഉണ്ടാവാം, പക്ഷെ അവിടെ ഒരുമിച്ച് നിർത്തുന്നത് പരിശുദ്ധാത്മാവാണ്. അത് തന്നെ വ്യക്തമാണ്. അതൊരു വ്യക്തിക്ക് നൽകപ്പെടുന്നതല്ല. ഡോക്ടർ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഒരു വ്യക്തിക്കല്ല നൽകപ്പെടുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആൾക്ക് ഒരു പത്രോസിനല്ല നൽകപ്പെട്ടത്, സഭയ്ക്കാണ്. അതുകൊണ്ട് ഒരു കമ്മ്യൂണിറ്റി ഫോർമേഷൻ അവിടെ ഉണ്ടായതിന്റെ കാരണം
സഭയിലുള്ള മറ്റു വ്യക്തികൾ പറഞ്ഞ ആശയങ്ങളെ ഒരു സഭയുടെ ആശയമായിട്ട് ആയിട്ട് രൂപപ്പെടുത്തുന്നതിന്റെ കാരണം അത് തന്നെ ആയിരിക്കാം. കൂട്ടായ്മയില് ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവൃത്തി ചെയ്യുമ്പോഴാണ് അച്ഛൻ ആദ്യം പറഞ്ഞതുപോലെ രണ്ട് കാര്യങ്ങൾ. അതായത് ആദ്യം പറഞ്ഞു പിതാവാണ് എന്നൊരു ബോധ്യം തരുന്നത് പരിശുദ്ധാത്മാവാണ്, ദൈവം പിതാവാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം പറഞ്ഞു ഈശോ നമ്മുടെ രക്ഷകനാണ് എന്ന ഒരു ബോധ്യം നൽകുന്നത് ഈ പരിശുദ്ധാത്മാവാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഏറ്റവും വലിയ പ്രാധാന്യം എന്നൊരു കാര്യം, സഭ പോലെ തന്നെ നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് എന്ന ഏറ്റവും വലിയ ബോധം നമുക്ക് തരുന്നത് ഈ പരിശുദ്ധാത്മാവാണ്. പൗലോസ് കൊറിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ദൈവത്തിന്റെ നിങ്ങളൊക്കെ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. അപ്പൊ ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം സഭയിൽ എന്നതുപോലെ നമ്മുടെ ജീവിതത്തിലൊക്കെ ഇത് സ്വീകാര്യമാകണമെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബോധ്യം ഉണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം. പ്രത്യേകിച്ച് ശിഷ്യന്മാരൊക്കെ ഏക മനസ്സോടുകൂടി വർത്തിക്കപ്പെട്ടത് ഈ പരിശുദ്ധാത്മാവിന്റെ ഒരു വരവോടുകൂടിയാണ്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടിയാണ്. ആ ഒരുമിച്ച് പ്രവർത്തിച്ചപ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ കൃപയുണ്ടായത്. അപ്പൊ സഭയോട് ചേർന്ന് പോകുമ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് എന്ന് വചനം വ്യക്തമാക്കി തരാണ്. ജിസ്മോനസൻ പറഞ്ഞ ഒരു കാര്യം വളരെ ശരിയാണ്. ഏക മനസ്സോടുകൂടിയുള്ള ഇവരുടെ ഒരു പ്രവൃത്തിയെക്കുറിച്ച് അത് നമ്മളുടെ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ ഏകദേശം 5 സ്ഥലങ്ങളിലോളം കാരണം അവർ ഏക മനസ്സോടുകൂടെ പ്രാർത്ഥിച്ചു. അത് എനിക്ക് തോന്നുന്നു പരിശുദ്ധാത്മാവിന്റെ വരവിന് വേണ്ടി അവർ പ്രാർത്ഥിച്ചത് ഏക മനസ്സോടുകൂടിയാണ്. അവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും അവൻ്റെ സഹോദരോടൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ഒരു യോജിപ്പിൻ്റെ ഒരു അരൂപിയുണ്ടായിരുന്നു. ശേഷം പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷം അവർ പ്രവർത്തിച്ചത് ഏക മനസ്സോടെയാണ്. അവർ ഏക മനസ്സോടെ താല്പര്യപൂർവ്വം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചു കൂടുകയും ഭവനം തോറും അപ്പം മറിക്കുകയും ചെയ്തു. പിന്നെ വിശ്വാസികൾ ധൈര്യത്തിനായിട്ട് പ്രാർത്ഥിക്കുന്ന 4-ാം അധ്യായത്തിലും കാണുന്ന അവർ ഏക മനസ്സോടെ ഉച്ചത്തിൽ ദൈവത്തോട് അപേക്ഷിച്ചു. അപ്പം നമ്മുടെ ഈ കൂട്ടായ്മകളിലാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവ്. ആ കൂട്ടായ്മ എന്ന് പറയുന്നത് നമ്മുടെ സഭയാണ്. സഭയെ അംഗീകരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പലരും ഇന്ന് സഭയിൽ നിന്ന് ഈ പറയല്ലോ നോൺ പ്രാക്ടീസിങ് ക്രിസ്ത്യൻസ് എന്ന് പറയുമല്ലോ, അവർ ക്രിസ്ത്യാനികളാണ്, പക്ഷെ അവർ സഭ നിഷ്കർഷിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ തയ്യാറാകുന്നില്ല. അങ്ങനെ ഒരു വലിയ ട്രെൻഡ് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് ഞാൻ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, ഞാൻ നന്മ ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു അമ്മ പറഞ്ഞ ഒരു അനുഭവം ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്. അപ്പം UK മകൻ പഠിച്ചതിന് ശേഷം അവധിക്ക് വന്നപ്പോൾ ഇങ്ങനെ വികാരിച്ചൻ കൗതുകത്തോടെ സാധാരണ രീതിയിൽ സംഭാഷണം നടക്കുന്ന രീതിയിൽ ചോദിച്ചു, അവിടെ പള്ളിയിലൊക്കെ പോകാൻ പറ്റുന്നുണ്ടോ, കുർബാനയൊക്കെ കൂടാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ പറഞ്ഞു, ഇല്ല ഞാൻ പള്ളിയിൽ പോകുന്നില്ല, പക്ഷേ ഞാൻ അവിടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO മെമ്പറാണ്. ഞാൻ അവിടെ ഞങ്ങൾ 4 വീട് വെച്ച് കൊടുത്തു, അങ്ങനെ കുറച്ച് പേരെ പഠിപ്പിക്കാൻ സഹായിച്ചു, വിവാഹം കഴിക്കാൻ സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളുള്ള കുടുംബത്തെ സഹായിച്ചു, അങ്ങനെ ഒരുപാട് നന്മകൾ ഞാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ പള്ളിയിൽ പോകേണ്ട ഒരു ആവശ്യം എനിക്ക് തോന്നിയിട്ടില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു സഭ നിഷ്കർഷിക്കുന്ന പോലെ നിങ്ങൾ ഇന്ന ദിവസം പള്ളിയിൽ വരണം, ഈ ഒരു പ്രാർത്ഥനാ ഫോർമുല നിങ്ങൾ ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്ക് സഭയിൽ നിന്നൊരു പ്രെയർ ഫോർമുല ഉണ്ടല്ലോ, അങ്ങനെ ഇത് ഹൃദയവും തമ്മിലുള്ള ബന്ധമാണ്. അങ്ങനെ ഒരു രീതിയിൽ ഈ നമ്മുടെ ആത്മീയ ജീവിതത്തെ കാണുവാൻ ശ്രമിക്കുന്ന യുവതലമുറ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷേ നമ്മുടെ കർത്താവ് യേശു മിശിഹ നമ്മൾ നല്ലവരാകാൻ അല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ നല്ലവരാകുക, നല്ല വ്യക്തികളാകുക എന്നല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. നമ്മൾ നല്ല പ്രവൃത്തിയിലൂടെ ദൈവത്തെ ആരാധിക്കുന്നവരാവുക, നമ്മൾ ദൈവവിശ്വാസികളാവുക, ദൈവത്തെ ആരാധിക്കാനായിട്ട്. അപ്പം നമ്മളൊരു നന്മ ചെയ്തു, ഇത് ആരെ പ്രതി ചെയ്തു? നമ്മൾ ഒരു വ്യക്തിക്ക് വീട് വെച്ച് കൊടുത്തു, ഇത് ആരെ പ്രതി ചെയ്തു? ദൈവത്തെ പ്രതി നമ്മൾ ചെയ്തു. ഇത് നമ്മൾ തോന്നിക്കുന്ന പരിശുദ്ധാത്മാവാണ്. അത് ആ പരിശുദ്ധാത്മാവ് തോന്നിപ്പിച്ചുള്ള ചിന്തയാണെങ്കിൽ ദൈവത്തെ പ്രതി ചെയ്യുന്നവരായിട്ട് മാറും. ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്യുന്നത്. മദർ തെരേസയൊക്കെ ചെയ്തത് നന്മ ചെയ്യാൻ വേണ്ടി മാത്രമായിരുന്നില്ല, പക്ഷേ ഈ പ്രവൃത്തിയിലൂടെ ക്രിസ്തുവിനെ അവർ കാണണം. അതാണ്. അപ്പോൾ ഇന്നത്തെ യുവതലമുറയ്ക്ക് വന്നിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞാൻ നന്മ പ്രവൃത്തി കുറേ ചെയ്യുന്നുണ്ട്, അതുവഴി ഞാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിച്ചേക്കാം. അതിനകത്ത് അവർ വചനത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട്. ഈ ചെറിയൊരു ഒരുവൻ നിങ്ങളൊരു പാത്രം വെള്ളം കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്, ഞാൻ രോഗികളെ സന്ദർശിച്ചു, ഇവരെയാണ് ദൈവം സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പിക്കുക എന്നുള്ളൊരു ചിന്തയാണ്. പക്ഷേ അതിലൂടെ ഈശോയും പഠിപ്പിക്കുന്ന ഒരു കാര്യം അത് തന്നെയാണ്. ദൈവമഹത്വത്തിന് വേണ്ടിയാണ്, ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവ്, നമ്മളിപ്പോൾ പറയുന്ന പരിശുദ്ധാത്മാവ് തന്നെ നമ്മളെ പ്രചോദിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് ഇതിനെ കാണണം. അവിടെയാണ് പരിശുദ്ധാത്മാവിന്റെ ദൗത്യത്തിന് പ്രാധാന്യം ഉണ്ടാവുക. അതാണ് നമ്മൾ വചനത്തിലും യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം തിരുവചനം, ഏകസത്യദൈവമായ അവിടുത്തെയും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനെയും അറിയുക എന്നുള്ളതാണ് നിത്യജീവൻ. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തിന്റെ ചില പ്രവൃത്തികൾ ചെയ്യുക എന്നുള്ളതല്ല, ദൈവത്തെ അറിഞ്ഞ് നിത്യജീവൻ പ്രാപിക്കുക എന്നുള്ളതാണ്. നിത്യജീവൻ അവകാശപ്പെടുത്തുവാൻ ഞാൻ എന്ത് ചെയ്യണം? അതാണ്
നമ്മൾ ബൈബിളിലും ഒരുവൻ വന്ന് അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യം. അപ്പം ഈ ഒരു ബോധ്യം പോലും നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. നിത്യജീവനെക്കുറിച്ചുള്ള ഒരു ബോധ്യം അത് എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്? പിതാവിനെയും പുത്രനെയും അറിയുന്നതിലൂടെയാണ്. പിതാവ് ആരാണ്, പുത്രൻ ആരാണ്, ഇത് പരിശുദ്ധാത്മാവാണ്. അതാണ് ജിസ്മോനച്ചനും നമ്മുടെ വചനം വെച്ച് തന്നെ ആ വചനങ്ങളൊന്ന് പറയാമോ വെച്ചാൽ, പിതാവിൻ്റെയും പുത്രനെയും വെളിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വചനങ്ങൾ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 14-16 വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവം പിതാവാണ് എന്ന ഏറ്റവും വലിയ ബോധ്യം നൽകുന്നത് പരിശുദ്ധാത്മാവാണ് എന്ന് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-14 മുതലുള്ള തിരുവചനങ്ങൾ. അത് നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. നിങ്ങളെ വീണ്ടും ഭയത്തിന്റെ അടിമത്തത്തിലേക്ക് നയിക്കുന്ന ആത്മാവിനെ അല്ല, മറിച്ച് പുത്രസ്വീകാരത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. അപ്പം ദൈവത്തെ ആബാ പിതാവെന്ന് വിളിച്ച് സ്വീകരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ്. അതിന്റെ അടുത്ത വചനം കൂടെ ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു വചനമാണ് തോന്നുന്നു. നാം ദൈവത്തിന്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷി നൽകുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, യേശു കർത്താവ് രക്ഷകനാണ് എന്ന ഏറ്റവും വലിയ അനുഭവം തരുന്നത് പരിശുദ്ധാത്മാവാണ് എന്ന് പൗലോസ്ലീഹ കൊറിന്ത്യോസ്കാർക്ക് എഴുതിയ ലേഖനം 1-ാം ലേഖനം 12-3 വാക്യത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ദൈവാത്മാവ് മുഖേന സംസാരിക്കുന്നവരാരും യേശു ശപിക്കപ്പെട്ടവനാണ് എന്നൊരിക്കലും പറയുകയില്ലെന്നും യേശു കർത്താവാണെന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേന അല്ലാതെ ആർക്കും സാധിക്കുകയില്ലെന്നും നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു സത്യത്തിലേക്കാണ് പരിശുദ്ധാത്മാവ് നമ്മളെ വിളിക്കുന്നത്, ക്ഷണിക്കുന്നത്. ഈശോയെ അറിയുക, അവനെ അയച്ച പിതാവിനെ അറിയുക, പരിശുദ്ധാത്മാവിൻ്റെ ആലയമായി മാറുക. അങ്ങനെ ആത്മാവിലുള്ള ഒരു ജീവിതം, നിത്യജീവനെ ലക്ഷ്യമാക്കിയുള്ള ഒരു ജീവിതം, സഭയുടെ കൂട്ടായ്മയോട് ചേർന്നുള്ള ഒരു ജീവിതം, ഇതാണ് പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിലും നമ്മളെ പ്രേരിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നത്. ആ ഒരു ബോധ്യത്തോടുകൂടെ നമുക്കൊരു ഈ ആഴ്ചയിൽ മുൻപോട്ട് നീങ്ങാം. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ദൈവത്തെ അപ്പ എന്ന് വിളിക്കാൻ, യേശുവിനെ കർത്താവേ എന്ന് വിളിക്കുവാൻ, പരിശുദ്ധാത്മാവിനെ കൂടെ കൂട്ടിയുള്ള ഒരു നല്ല ജീവിതം നയിക്കുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.